മഴ പെയ്താൽ ചോരുന്ന വീട്. അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. ഊത്തൻ മേലെ മാനത്തെ നീലിപ്പൂലരിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്. അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. ഈ ഗാനത്തിന്റെ രചന ആരാണ്? പി ഭാസ്കരൻ, ONV, വയലാർ. വയലാറാണ്, വയലാർ സാറാണ്. കാരണം ശരത്തേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏട്ടാ, അതിലൊരു വലിയ ഇപ്പൊ ഈ പാട്ട് കേട്ടോണ്ട് ഞാൻ പുതിയ മാറ്റർ ഉണ്ടാക്കി പറയല്ല. എന്തെങ്കിലും ചേട്ടൻ ഉർവശി എങ്ങനെ ഈ ചേറിൽ ഉർവശി ഇരിക്കുമ്പോ ചേട്ടൻ ചോദിക്കണം. ഉർവശി ചെറുപ്പത്തിൽ പാടുന്നൊരു പാട്ടാണ്. ശരി. നീലിപ്പൂലൈക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, മഴ പെയ്താ ചോരുന്ന വീട്. അത് ഞാൻ നോക്കി അവള് നിർത്തും. അവൾ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഉർവശി, പിന്നെ കൽപ്പന, കലാരഞ്ജനി ആരാ ഏറ്റവും കൂടുതൽ പാടുന്നത്? നന്നായിട്ട് പാടും ചേട്ടാ. പാട്ടിന്റെ സെൻസ് കലാരഞ്ജനിക്കാണ്. സെൻസും ഞാൻ വരികൾ നോക്കാറില്ല, എനിക്ക് ട്യൂണാ ഇഷ്ടം. കാരണം ഞാൻ എനിക്ക് സ്ലോ സോങ് ഒന്നും ഇഷ്ടമുള്ള ആളൊന്നും അല്ല ഞാൻ. ഏറ്റവും സെൻസ് അവൾക്കാണ്. ഒന്നും വേണ്ട ഒരു പാട്ട്. ഇപ്പൊ അവളോട് ഞാനിപ്പോ മല മല്ല മല്ല മരുത മല അത് ചില തിങ്സ് ഒക്കെ പോയി അവളോട് അങ്ങനല്ല അത്. കാരണം അവൾക്ക് സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. ഏറ്റവും സെൻസ് അവക്കാണ്. ഉർവശിയെ സംബന്ധിച്ച് ഉർവശി ഞാൻ 1 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അവക്ക് അറിയാം. പിന്നെ അവിടെ ജ്ഞാന കൂടുതലും ഉണ്ടായിരിക്കും. അവള് പാടത്തില്ല, വലിയ പാട്ടുകാരിയാണ്, പാടത്തില്ല. പിന്നെ ഞാൻ പിന്നെ രക്ഷപ്പെടുന്നേ ഉള്ളി കേട്ടോ. എനിക്ക് പാട്ടിന്റെ സെൻസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ നേരെ ചൊവ്വ ആൾക്കാർ പാടിയ പാട്ടൊന്നും ഞാൻ പാടാറില്ലല്ലോ. ഏതെങ്കിലും ഇങ്ങനെ കുഴപ്പിച്ചിരിക്കുന്ന വല്ല പാട്ടുകളൊക്കെ ഞാൻ പാടാറുള്ളൂ. അപ്പൊ ഈ ഗാനത്തിന്റെ രചന ആരാണ്? വയലാർ സാർ. വയലാർ ഉത്തരം ശരിയാണ്. 8000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. അടുത്തത് 10000 രൂപയുടെ ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഏറ്റവും ഇഷ്ടമുള്ള, കൂടെ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആളാരാണ്? ചേട്ടാ എനിക്ക് കൂടെ അഭിനയിക്കാൻ ജഗതി ചേട്ടനാണ് കൺവീനിയന്റ്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ ഒപ്പം. ഞാനതാ ഇപ്പൊ അടുത്ത സമയത്തൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1000കണക്കിന് ചിത്രങ്ങൾ അദ്ദേഹം 1000 കഴിഞ്ഞ് അഭിനയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനൊപ്പമാണ് 100 പടം കഴിഞ്ഞ് എന്റെ പേര് പറയണേ, ജഗതിയും കൽപ്പന എന്ന്. അപ്പോ ആ വ്യക്തി ഏറ്റവും കൂടുതൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഭയമുള്ള ഒരു നടനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം റിഹേഴ്സൽ 3 റിഹേഴ്സലെങ്കിൽ ഈ 3 റിഹേഴ്സലിന് കാണിക്കുന്നതല്ല ടേക്കി കാണിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ പോയത്. കാരണം ഇംപ്രവൈസ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ. കാരണം സമയത്ത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും, ടൈമിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ കൽപ്പന അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഉപ്പേരി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും ചേട്ടാ. കാരണം അദ്ദേഹം ചോദിക്കും, അനിയ എത്രയുണ്ട് ഇത് ക്യാമറയിൽ, ഇത്രയും വിഷ്വൽ എത്ര വരുമോന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും മലന്ന് ബാക്കിലോട്ട് വീഴുവോ അല്ലെങ്കിൽ കസേര എടുത്ത് അടിക്കാൻ വരുമോ. അവിടെ ഞാൻ അത് നോക്കി ഓങ്ങി ഞാൻ നിന്നോളും. പക്ഷെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നോണ്ടാണ് ചേട്ടാ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷൻ, അതായത് കൂടെ നിൽക്കുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കണമെന്ന് തോന്നിയ ഒരു ഒറ്റ ആർട്ടിസ്റ്റ് അദ്ദേഹം മാത്രമേ ഉള്ളൂ. 10000 രൂപയുടെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയൊന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയൊന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയൊന്നു വിരുന്നു വിളിച്ചു. ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? ദേവരാജൻ, ബാബുരാജ്, കെ രാഘവൻ. 10000 രൂപ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയേട്ടാ, എന്തോ ഒരു വട്ടം കറക്കാനുള്ള പരിപാടിയാണ്. പിടിയില്ല, നമുക്ക് സ്വപ്പം പ്രോബ്ലം ഉണ്ട്. കോഴിക്കോട് ബാബുരാജ് സാർ. ബാബുരാജ് ഉത്തരം ശരിയാണ്. 10000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻ.